നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്, പകരം ഒരു സോഫ്റ്റ്വെയർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒപ്പോയുടെ F11 Pro എന്ന് പറയുന്ന ഡിവൈസാണ് ഉള്ളത്. അപ്പോൾ ഈ ഡിവൈസിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ColorOS 7 ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ColorOS 7 ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രീഫ് ഞാൻ തരാം. 2019 നവംബർ 26-നാണ് ഒപ്പോ ColorOS 7 ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ചില ഡിവൈസസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ F11 Proയിൽ സ്റ്റേബിൾ വെർഷനാണ് റൺ ചെയ്യുന്നത്. മറ്റ് ചില ഡിവൈസുകളിൽ ഇപ്പോൾ ബീറ്റ വെർഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ColorOS 7ന്റെ പ്രത്യേകതകളെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കപ്പോൾ ColorOS 7ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോം സ്ക്രീൻ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അതിൽ മെയിൻ ക്രെഡിറ്റ്സ് പോകുന്നത് ഇതിൻ്റെ ഐക്കൺ ഡിസൈനും പിന്നെ ഇതിൻ്റെ ഓവറോൾ ഫോണ്ടിനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഇപ്പോൾ ColorOS 7ൽ ഇവർ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐക്കൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും യൂസർ ഇൻ്റർഫേസ് നല്ല ഭംഗി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഐക്കണിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലാറ്റ് ലുക്കിംഗ് ആണ്. അപ്പോൾ ഈ ആപ്പ് ഡ്രോയറിൽ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സ് ആപ്പിൽ നോക്കിയാലും ഇതിൻ്റെ സൈഡിൽ നൽകിയേക്കുന്ന ഐക്കൺസ് ആണെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. പിന്നെ ഈ ഡിവൈസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിതിലെ ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സെറ്റ് ഐക്കൺ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷന് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 സ്റ്റൈൽസ് കാണാൻ സാധിക്കും. ഡീഫോൾട്ട്, പിന്നെ റെക്റ്റാങ്കിൾ, അതിൽ കൂടാതെ പെബിൾ. ഇനി ഇത് 3 കൂടാതെ കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐക്കൺ ലേ ഔട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ തന്നെ പല പല ഷേപ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ ഷേപ്പ് ചൂസ് ചെയ്യുന്നു. അതിൽ നമുക്ക് ഐക്കണിൻ്റെ വലുപ്പം എത്ര വേണമെന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഉള്ളിലുള്ള ലോഗോയുടെ വലുപ്പം എത്ര വേണമെന്നുള്ളതും എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ യുണീക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. സാധാരണ നമ്മളൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ അതിന് തേർഡ് പാർട്ടി ലോഞ്ചേഴ്സ് അല്ലെങ്കിൽ ഐക്കൺ പാക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ ഇതിൽ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ഇൻബിൽറ്റായിട്ട് ഇത്രയധികം ഓപ്ഷൻസ് ഇവർ നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ വാൾപേപ്പർ സെലക്ഷനാണ്. ഇപ്പോൾ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ധാരാളം വാൾപേപ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ വളരെ ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള കിടിലൻ ഇമേജസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ColorOS എന്ന വാക്കിനോട് 100% നീതി പുലർത്തുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അത്ര കളർഫുൾ ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ് ഇതിൽ ഇൻബിൽറ്റായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇത് കൂടാതെ ഇതിൽ ലൈവ് വാൾപേപ്പേഴ്സും ഉണ്ട്. ഇപ്പോൾ ലൈവ് വാൾപേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെയും ഒരു കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിൽ ഒരു ലൈവ് വാൾപേപ്പർ സെലക്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടച്ചിനനുസരിച്ച് ഇത് കണ്ടോ, ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് ഡൈനാമിക്കാണ്. ഇതിൻ്റെ കളറ് മാറും, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ആനിമേഷൻസ് മാറും. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ആനിമേഷൻസും കാര്യങ്ങളും എല്ലാം വർക്കാവും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസാണ് ഇതിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 വന്ന ഡാർക്ക് മോഡാണ്. ഇപ്പോൾ ഡാർക്ക് മോഡിൽ ഇതിൽ ക്വിക്ക് ടോഗിളിൽ നിന്ന് നമുക്ക് എനേബിൾ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡിലേക്ക് കയറും. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ കണ്ടോ, പിച്ച് ബ്ലാക്ക് കളറാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതൊരു ഗ്രേ കളറായിരുന്നു ColorOS 7 വരുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഇത് കുറച്ചുകൂടെ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾക്ക് ബാറ്ററി എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോൾ സെറ്റിംഗ്സ് പേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാണ് ഇതിപ്പോൾ കാണാനായിട്ട്. ഞാൻ പേഴ്സണലി ഡാർക്ക് മോഡ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വൈറ്റ് കളേഴ്സിലും കൂടുതൽ ഇഷ്ടം ഡാർക്കായിട്ടുള്ള കളേഴ്സാണ്. പിന്നെ ColorOS 7 ഇവർ കൊണ്ടുവന്ന മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടഡ് അല്ലാത്ത, അതായത് ആൻഡ്രോയിഡിൽ നേറ്റീവായിട്ട് സപ്പോർട്ടഡ് അല്ലാത്ത ആപ്സിനും ഇവർ ഡാർക്ക് മോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുള്ള ഒരു 200 ടോപ്പ് ആപ്ലിക്കേഷനിലെ മിക്കതും ഇതിൽ ഡാർക്ക് മോഡിൽ തന്നെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഡാർക്ക് മോഡിൽ നിന്ന് മാറ്റുകയാണ്. ഓക്കെ, ലൈറ്റ് മോഡിലേക്ക് തിരിച്ച് സ്വിച്ച് ചെയ്തു. പിന്നെ ഇവർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആനിമേഷൻസിനുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആനിമേഷൻസ് എല്ലാം കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തു എന്ന് പറയാം. നല്ല സ്മൂത്താണ് ഇപ്പോൾ ആനിമേഷൻസ് ഒക്കെ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആപ്പ് സ്വിച്ചിങ് ആണെങ്കിലും നല്ല രസമാണ് ആനിമേഷൻസ് ഒക്കെ കാണാനായിട്ട്. ഇതിലവർ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വെതർ ആപ്പിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വെതറിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇപ്പോൾ ഇതിൽ രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്ക് മോഡ് പോലത്തെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ വെതറിനനുസരിച്ചുള്ള ആനിമേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതുകൂടാതെ പറയാനുള്ളത് ഇതിലെ സൗണ്ട് എഫക്ട്സ് ആണ്. നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടെയും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ സാധാരണ നോട്ടിഫിക്കേഷൻ ട്യൂൺസ് ഒക്കെ ഒരു 4 to 5 seconds ആണ് ഡീഫോൾട്ട് വരാറുള്ളത്. എന്നാൽ അതിലും ചെറുതായിട്ട് ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻ ട്യൂൺസ് ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓവറോൾ എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. കാരണം നല്ല പ്ലീസിങ് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത അലാം ക്ലോക്കിൽ ഉള്ള അഡാപ്റ്റീവ് നോട്ടിഫിക്കേഷൻ സൗണ്ടാണ്.
നമ്മളിവിടെ മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിംഗ് ടോൺ സെലക്ട് ചെയ്യാം. അതിൽ വെതർ അഡാപ്റ്റീവ് എന്നുള്ള സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള മ്യൂസിക് ആയിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ ട്യൂണായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ColorOS 7ൽ വന്നേക്കുന്ന ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടാണ് ഇതിലെ ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് OPPO കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിൽക്കുന്നത് OPPO ഷെയർ എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൽ നിന്നൊരു ഫോട്ടോ ഷെയർ ചെയ്ത് കാണിക്കാം. നമ്മൾ സാധാരണ ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സെൻഡ് ബട്ടൺ എടുക്കുമ്പോൾ ഇവിടെ കണ്ടോ OPPO ഷെയർ എന്ന് പറഞ്ഞൊരു കസ്റ്റം മെനു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ക്രോസ് ബ്രാൻഡ് പ്ലാറ്റ്ഫോമിലുള്ള ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോണാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഷവോമിയുടെ സ്മാർട്ട് ഫോണാണെന്ന് വിചാരിക്കുക. ഇതിൽ റിയൽമി ഷെയർ അല്ലെങ്കിൽ ഷവോമിയുടെ തന്നെ പിയർ ടു പിയർ ട്രാൻസ്മിഷൻ ഷെയർ ചെയ്യുന്നൊരു ടോഗിളുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാപ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇവിടെ ആ ഡിവൈസിൻ്റെ നെയിം വിസിബിൾ ആവും. നമുക്കത് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇമേജ് ഡയറക്റ്റായിട്ട് ഇവിടെ ഷെയർ ആവും. അപ്പോൾ പിയർ ടു പിയർ ട്രാൻസ്ഫറാണ് സംഭവം. വൈഫൈ ഡയറക്റ്റ് എന്ന് നമ്മൾ പണ്ടത്തെ ഡിവൈസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് ക്രോസ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ OPPO ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാം. ഇത് നേരത്തെ അവൈലബിൾ ആയിരുന്നത് OPPO ഡിവൈസുകളിൽ മാത്രമാണ്. പക്ഷേ ഇപ്പം നമുക്ക് OPPO, വിവോ, റിയൽമി അല്ലെങ്കിൽ ഷവോമി എന്നീ ഡിവൈസുകളിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ ഒരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. കാരണം ഇത് അത്രയ്ക്ക് നല്ല ഒരു ഫീച്ചറാണ്. അപ്പോൾ എല്ലാവരും ഇത് കൊണ്ടുവരേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ OPPOയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന്. ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഡോഗ് വോൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഡോഗ് വോൾട്ട് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആപ്പ് ഡ്രോവറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഡിജി ലോക്കർ എന്ന ഒരു ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കതിൽ നമ്മുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാർഡ് കോപ്പി കൊണ്ട് നടക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഈ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സും എല്ലാം കാണിക്കാൻ സാധിക്കും. നമ്മളൊരു ഹാർഡ് കോപ്പി കൊണ്ട് നടക്കുന്ന പോലെ തന്നെ വാലിഡ് ആയിരിക്കും അത് ഈ സോഫ്റ്റ്വെയറിൽ കൊണ്ട് നടന്നാൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ColorOSൽ ഓൾറെഡി വരുന്ന ഒരു സംഭവമാണ് ഈ ഡോഗ് വോൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു മേജർ സംഭവം എന്ന് പറയുന്നത് 3 ഫിംഗർ സ്ക്രീൻഷോട്ടാണ്. OPPO ആണ് ഈ 3 ഫിംഗർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ColorOSലുള്ള ഫീച്ചറാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിത് സ്വൈപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ലോങ് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഡൺ കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു സ്ക്രീൻഷോട്ടായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഇതിൽ വന്ന മേജർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 3 ഫിംഗർ ലോങ് പ്രസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ 3 ഫിംഗർ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ആഡ് ചെയ്ത ഭാഗം മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. കണ്ടോ, നമ്മൾ മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോൾ അത് ക്രോപ്പ് ചെയ്ത് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു ആർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ ആ ആർട്ടിക്കിളിനകത്ത് മെയിനായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രമായിരിക്കും എനിക്ക് ഷെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ തന്നെ ഈ ടൈറ്റിൽ മാത്രം എനിക്ക് ഷെയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഫിംഗർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വളരെ മികച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ധാരാളം സമയം നമ്മൾ സ്ക്രീൻഷോട്ട് ക്രോപ്പ് ചെയ്ത് തന്നെ കളയാറുണ്ട്. അതിൽ ആ സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നാവിഗേഷനാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ നാവിഗേഷൻ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നാവിഗേഷൻ കീസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഈ സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്വിച്ച് കൺട്രോൾസ് മാറ്റാൻ പറ്റും. അതായത് വെർച്വൽ കീസിന് പകരം നിങ്ങൾക്ക് ജസ്റ്റർ വെച്ച് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് പോവും. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്ത ആപ്സ് എല്ലാം വരും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുകൂടാതെ ഇവിടെ വെർച്വൽ കീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാധാരണ പഴയ നാവിഗേഷൻ കീസ് എനേബിൾ ആവും. അതല്ലാതെ എന്നൊരു മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്, സ്വൈപ്പ് അപ്പ് ജസ്റ്റേഴ്സ്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്താൽ ബാക്ക് പോകാൻ സാധിക്കും, നടുക്ക് സ്വൈപ്പ് ചെയ്താൽ ഹോമിൽ പോകാൻ സാധിക്കും. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്ക് പോവും, നടുക്കുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ പോവും. നിങ്ങളിത് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ റീസെൻറ്റ് ഓപ്പൺ ആയി വരുന്ന രീതിയിൽ റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം വരും. അപ്പോൾ അങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് കസ്റ്റമൈസ്ഡ് നാവിഗേഷൻ ലേഔട്ടാണ് ഇതിലുള്ളത്. ഇനി അടുത്തൊരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ഗെയിമിംഗ് മോഡാണ്. നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ
ഉപകാരപ്പെട്ടൊരു സാധനം തന്നെ പറയാം, ഗെയിം സ്പേസ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. ഒരു ക്വിക്ക് ടോഗിൾ നൽകിയിട്ടുണ്ട്, സ്മാർട്ട് ഡ്യുവൽ ചാനൽ നെറ്റ്വർക്ക്. ഇപ്പോൾ നിങ്ങൾ വൈഫൈയിൽ ലേറ്റൻസി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4G നെറ്റ്വർക്കിൽ നിന്നും വൈഫൈ നെറ്റ്വർക്കിൽ നിന്നും ഒരേ സമയം നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ലേറ്റൻസി കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഗെയിംസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഗെയിമിംഗ് മോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെനു വരും, കണ്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാം. സമയമുണ്ട്, കവറേജ് സ്റ്റാറ്റസ് ഉണ്ട്, ബാറ്ററി സ്റ്റാറ്റസ് ഉണ്ട്, പിന്നെ CPU ഗ്രാഫിക് പ്രൊസസ്സറിൻ്റെ യൂസേജ് എല്ലാം അറിയാൻ പറ്റും. ഗെയിം കറൻ്റ്ലി എത്ര ഫ്രെയിം പെർ സെക്കൻഡിലാണ് റൺ ചെയ്യുന്നത്, ആ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റിജക്റ്റ് കോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടോഗിൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾസ് ഒന്നും വന്ന് നിങ്ങളെ ഗെയിം പ്ലേയുടെ സെഷൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് റെക്കോർഡ് സ്ക്രീനാണ്, നിങ്ങളുടെ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ ഗെയിമിംഗ് മോഡിൽ ഇവർ ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലെ ഒരു കസ്റ്റം ആപ്ലിക്കേഷനാണ്, സോ ലൂപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു കസ്റ്റം വീഡിയോ എഡിറ്റർ എന്ന് വേണം നമുക്ക് വിളിക്കാം. നമ്മൾ ഇതിൽ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ മ്യൂസിക് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു കിടിലൻ വീഡിയോ ഒക്കെ തരും. ഇപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആയി പോയൊരു സാധനമാണിത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആസ്പെക്ട് റേഷ്യോ കൺട്രോൾ ചെയ്യാം. അപ്പോൾ 9:16 റേഷ്യോ ഇടാം, അല്ലെങ്കിൽ 3:4 ഇടാം, സ്ക്വയർ ആസ്പെക്ട് റേഷ്യോ വേണമെങ്കിൽ അത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടണമെങ്കിൽ 9:16 ഇട്ട് എടുക്കുകയാണെങ്കിൽ വീഡിയോസ് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതെല്ലാം ഓരോ ടെംപ്ലേറ്റ്സ് ആണ്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ നമ്മൾ ആഡ് ചെയ്ത വീഡിയോസൊക്കെ ഇതിലെ മ്യൂസിക്കിനും ടെക്സ്റ്റിനും സംഭവങ്ങൾക്കൊക്കെ സിങ്ക് ചെയ്ത് നല്ലൊരു കിടിലൻ വീഡിയോ ഒക്കെ നമുക്ക് തരും. ഇപ്പോൾ ഞാനൊരു ട്രാവൽ ഡയറി എന്ന് പറയുന്ന ടെംപ്ലേറ്റ് നിങ്ങളെ ചൂസ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ വളരെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ധാരാളം ക്ലിപ്സ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് നല്ല കിടിലനാക്കി തരും. അപ്പോൾ ഇതിൽ ധാരാളം ടെംപ്ലേറ്റ്സ് ഇങ്ങനെ നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്ലിപ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതിനനുസരിച്ചുള്ള കിടിലൻ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് തരും. ഇപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ചെയ്ത് നൈസായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്ത് പറയാനുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ സൈഡിലെ ബാറാണ്. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സ് എല്ലാം പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് മൾട്ടി വിൻഡോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെ പറയാം. നിങ്ങളൊരു ആപ്പിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പ് സ്വിച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് സംഭവങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സാധിക്കും. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റിലേക്ക് വരാം. അടുത്തത് ക്ലോൺ ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോണിലെ ഫോട്ടോസ്, കോൺടാക്റ്റ് സംഭവങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് സിങ്ക് ചെയ്യാൻ സാധിക്കും. അതായത് പണ്ട് യൂസ് ചെയ്ത പോലെ നമ്മൾ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുകയൊന്നും വേണ്ട, വയർലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അതർ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്, ഐഫോൺ ഉണ്ട്, ഒപ്പോ ഫോൺ ഉണ്ട്. ഈ 3 ഫോണിൽ നിന്ന് ചൂസ് ചെയ്യാം. ഒപ്പോ ഫോൺ ആണെന്നുണ്ടെങ്കിൽ പഴയ ഫോണിൽ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടിൽ തന്നെ കണക്റ്റ് ആവും. ദെൻ നമ്മുടെ മറ്റേ ഫോണിലുള്ള ഡാറ്റ എല്ലാം ഈ ഫോൺ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ കൂടുതൽ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. വൈഫൈ കൂടെയാണ് ഫയൽസും ഡാറ്റയെല്ലാം ഷെയർ ആകുന്നത്. അത് ട്രഡീഷണലായിട്ട് നമ്മൾ USB വഴി കണക്ട് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റ് ആണെന്നാണ് ഒപ്പോ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ColorOS 7 പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.